സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ പൗലോസിനെ ജയിലിലടച്ച ജയിലർ ഇങ്ങനെ ചോദിച്ചു, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? പൗലോസിൻ്റെ മറുപടി വളരെ ലളിതമായിരുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ രക്ഷയെ സംബന്ധിച്ച് പല നിലകളിലുള്ള ചിന്തകളും ധാരണകളുമാണ് മനുഷ്യർക്കുള്ളത്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില അതിപ്രധാന സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം കുഷ്ഠരോഗം സൗഖ്യമാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പഴയ നിയമത്തിലെ 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 തുടങ്ങി 19 വരെ ഉള്ള വേദഭാഗങ്ങളിൽ പറയുന്ന നയമാൻ എന്ന കുഷ്ഠരോഗിയായ മനുഷ്യന് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം. നയമാനെക്കുറിച്ച് ഈ വേദഭാഗത്ത് പറയുന്നത് താൻ അരാം രാജാവിൻ്റെ സേനാനായകനായിരുന്നു. അരാം എന്ന് പറഞ്ഞാൽ സിറിയ എന്ന് പറഞ്ഞ വളരെ ശക്തമായ രാജ്യത്തിൻ്റെ സേനാനായകനായിരുന്നു നയമാൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ ഞാൻ ഈ വേദഭാഗം വായിച്ച് കേൾപ്പിക്കാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുന്നു. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. വളരെ മഹാനും മാന്യനും പരാക്രമശാലിയായിരുന്ന നയമാൻ്റെ സകല മഹത്വത്തിൻ്റെയും പ്രഭ നഷ്ടമാക്കുന്നൊരു കാര്യം പ്രത്യേകിച്ചോടെ പറയുകയാണ്, താനൊരു കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ബൈബിൾ കാലഘട്ടങ്ങളിൽ കുഷ്ഠരോഗം എന്ന് പറയുന്നത് ചികിത്സയില്ലാത്തൊരു രോഗമാണ്. കുഷ്ഠരോഗം വന്നാൽ ആളുകൾ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കുഷ്ഠരോഗം വരുന്ന ആളുകളുടെ സ്പർശനശേഷി നഷ്ടപ്പെടും, അവർക്ക് വേദന അറിയാനുള്ള ശേഷി നഷ്ടപ്പെടും. അതിനുശേഷം ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളൊക്കെ അത് പഴുത്ത് വ്രണമായി ചില ശരീരഭാഗങ്ങൾ അറ്റുപോയി ഒടുവിൽ മരണം സംഭവിക്കും. അങ്ങനെ വളരെ ദാരുണമായി മരണം സംഭവിക്കുന്ന ഒരു രോഗമായിരുന്നു അക്കാലത്ത് കുഷ്ഠരോഗം. താൻ വലിയ സേനാനായകനായിരുന്നെങ്കിലും തൻ്റെ യജമാന രാജാവ് വളരെ മാന്യനും മഹാനുമായി എണ്ണിയ വ്യക്തിയായിരുന്നെങ്കിലും തൻ്റെ ആ മാന്യതയും തൻ്റെ മഹത്വത്തെ എല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരു വലിയ പ്രശ്നം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് കുഷ്ഠരോഗമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ലോകത്തിൽ വലിയ മാന്യരായിരിക്കുന്ന മനുഷ്യരായിരിക്കാം, വലിയ സമ്പന്നരായിരിക്കുന്ന മനുഷ്യരായിരിക്കാം, വലിയ വിദ്യാസമ്പന്നരായിരിക്കുന്ന മനുഷ്യരായിരിക്കാം.
എന്നാൽ നമ്മളെല്ലാവരെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന, നമ്മുടെ എല്ലാ മഹത്വത്തിൻ്റെയും പ്രഭ കെടുത്തുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ പാപം എന്ന് പറയുന്ന പ്രശ്നം. ലോകത്തിലെ സകല മനുഷ്യരെയും ഗ്രസിച്ചിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ പ്രശ്നമാണ് മനുഷ്യൻ പാപിയാണ് എന്നുള്ള സത്യം. അരാം രാജാവിൻ്റെ സേനാനായകനായിരുന്ന നയമാൻ്റെ ജീവിതത്തിൽ തന്നെ ബാധിച്ച കുഷ്ഠം തൻ്റെ ജീവിതത്തിലെ സകല പദവികൾക്കും ഒരു മങ്ങലേൽപ്പിച്ച ഒരു സംഗതിയായിരുന്നത് പോലെ നമ്മുടെ ഈ ലോകത്തിലെ സകല നേട്ടങ്ങൾക്കും നമ്മുടെ ഈ ലോകത്തിലെ സകല മഹത്വത്തിൻ്റെയും പ്രഭ കെടുത്തുന്ന ഗൗരവമായൊരു പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിലെ പാപം എന്ന് പറയുന്നത്. വീണ്ടും നാം ഈ കഥയിലൂടെ മുന്നോട്ട് പോയാൽ നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിക്ക് ദൈവം നൽകിയ സൗഖ്യത്തെക്കുറിച്ചാണ് തുടർന്നുള്ള ഭാഗത്ത് പറയുന്നത്. ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട അതിപ്രധാനമായിരിക്കുന്ന ചില സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നയമാന്റെ വീട്ടിൽ താൻ യുദ്ധം ചെയ്ത് ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു ബാലിക, ഒരു ചെറിയ പെൺകുട്ടി തൻ്റെ ഭാര്യയുടെ ദാസിയായിട്ടുണ്ടായിരുന്നു. ആ ദാസിയായിരുന്ന പെൺകുട്ടി യജമാനൻ്റെ കുഷ്ഠരോഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, യജമാനൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് പോയിരുന്നെങ്കിൽ സൗഖ്യമാകുമായിരുന്നു എന്നുള്ള ഒരു സദ്വാർത്ത, ഒരു സുവിശേഷം ആ സ്ത്രീയോട് പറഞ്ഞു. അത് നയമാനോട് പറഞ്ഞു. പ്രിയമുള്ളവർ, ഈ സംഭവത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എബ്രായ ബാലിക അല്ലെങ്കിൽ ഒരു ചെറിയ പെൺകുട്ടി ഈ സേനാനായകന്റെ കുഷ്ഠത്തിന് സൗഖ്യം നൽകാൻ കഴിയുന്ന ഒരു പ്രവാചകനെക്കുറിച്ചുള്ള സത്യം ആ യജമാനത്തിയോട് പറഞ്ഞു. ഒരുപക്ഷെ ആ കുട്ടിയുടെ പ്രായം പരിഗണിച്ചോ അല്ലെങ്കിൽ അവളൊരു അടിമ ബാലികയാണ് എന്നുള്ള തൻ്റെ ആ അവസ്ഥ മാനിച്ചൊക്കെ തൻ്റെ വാക്കുകളെ വേണമെങ്കിൽ അവഗണിക്കാമായിരുന്നു. നയമാൻ എന്ന് പറഞ്ഞ സേനാനായകന് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ചികിത്സ ലഭിച്ചയാളാണ്. തനിക്ക് ഏത് തരത്തിൽപ്പെട്ട ചികിത്സയും നൽകുവാൻ തക്കോണം തൻ്റെ യജമാനായിരിക്കുന്ന രാജാവ് തയ്യാറാണ്. അങ്ങനെ ആയിരിക്കെ വളരെ എളിയവളായിരിക്കുന്ന ഈ എബ്രായ ബാലിക, ഈ ഇസ്രയേലിലെ ബാലിക പറഞ്ഞ വാക്കുകളെ വേണമെങ്കിൽ ആ നയമാനും ആ കുടുംബത്തിനും അവഗണിക്കാമായിരുന്നു. എന്നാൽ നാം ഈ അധ്യായത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ആ ബാലിക പറഞ്ഞ ആ സുവിശേഷമാണ് നയമാൻ എന്ന് പറഞ്ഞ ആ കുഷ്ഠരോഗിക്ക്, അതുവരെ സകല ചികിത്സയും ചെയ്തിട്ടും സൗഖ്യമാകാത്ത ആ കുഷ്ഠരോഗിക്ക് സൗഖ്യം ലഭിപ്പാൻ മുഖാന്തരമായി തീർന്നത്. ഇതിൽ നിന്ന് നാം ഒരു ആത്മീക പാഠം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. രക്ഷയുടെ സന്ദേശം നമ്മെ അറിയിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരുപക്ഷെ വളരെ എളിയ മനുഷ്യരെയായിരിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് യേശു ജനിച്ചെന്നുള്ള വാർത്ത ആദ്യം ദൈവം അറിയിച്ചത് ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാർ പറഞ്ഞിട്ടാണ് മറ്റുള്ള മനുഷ്യർ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത അറിഞ്ഞെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാടിയിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നമ്മെ അറിയിക്കുന്ന ഒരുപക്ഷെ ഏറ്റവും എളിയ മനുഷ്യരായിരിക്കാം. അവർ വാക്കുകൾക്ക് തീർച്ചയായിട്ടും നാം ചെവി കൊടുക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായി നാം ശ്രദ്ധിക്കണം എന്നൊരു പാഠം തീർച്ചയായിട്ടും ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞെങ്കിലും തൻ്റെ യജമാന രാജാവിനോട് ഈ കാര്യം അറിയിച്ചപ്പോൾ രാജാവ് ചെയ്ത കാര്യം അതിൻ്റെ തൊട്ട് താഴത്ത് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: അവൻ ചെന്ന് തൻ്റെ യജമാനനോട് ഇസ്രയേൽക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രയേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശെക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. ഈ എബ്രായ ബാലിക തൻ്റെ രാജ്യത്തെ ഒരു പ്രവാചകനെക്കുറിച്ച് പറഞ്ഞെങ്കിലും അരാം രാജാവ് എഴുത്തു കൊടുത്തയച്ചത് ഇസ്രയേൽ രാജാവിനാണ്. ഒരുപക്ഷെ അതിലും ഒരു തെറ്റിദ്ധാരണ അരാം രാജാവിന് വന്നിരിക്കാം. ഇത്രമാത്രം ചികിത്സിച്ചിട്ടും സൗഖ്യമാക്കാൻ കഴിയാത്ത ഈ കുഷ്ഠരോഗം സൗഖ്യമാക്കുവാൻ വളരെ ശക്തനും പ്രബലനുമായിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചത് കൊണ്ടാകാം താൻ ഒരു കത്ത് ഇസ്രയേൽ രാജാവിന് അയച്ചത്. പ്രിയമുള്ളവരെ, തുടർന്ന് നാം വായിക്കുമ്പോൾ ഈ കത്ത് വായിച്ച ഇസ്രയേൽ രാജാവ് വസ്ത്രം കീറുന്നതായിട്ട് നമുക്ക് തുറന്ന് വായിക്കാൻ സാധിക്കും. അതിനർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, യുദ്ധം ചെയ്യുവാൻ ഒരു പുതിയ കാരണം കണ്ടെത്തുവാനായി അരാം രാജാവ് തൻ്റെ സേനാനായകനെ തൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു എന്നാണ് വാസ്തവത്തിൽ ഇസ്രയേൽ രാജാവ് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ തനിക്കൊരിക്കലും ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ കഴിവില്ല, പക്ഷേ ഞാൻ ഈ അയച്ചിരിക്കുന്ന നയമാന്റെ കുഷ്ഠം നീ മാറ്റിക്കൊടുക്കണമെന്നാണ് എഴുത്തിലുണ്ടായിരുന്നത്. ആ വായിച്ച് കേട്ട ഇസ്രയേൽ രാജാവ് ഭയന്നുപോയി. മാത്രമല്ല അരാം രാജാവ് ഒരു യുദ്ധത്തിന് കാരണം അന്വേഷിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കിയത്. പ്രിയമുള്ളവരെ, ആ അരാം രാജാവും വാസ്തവത്തിൽ തെറ്റിദ്ധരിച്ചത് ഈ വലിയ കുഷ്ഠരോഗം സൗഖ്യമാക്കുവാൻ വലിയ മനുഷ്യർക്കേ കഴിയുകയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എളിയ മനുഷ്യടുക്കൽ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന നാം പ്രതീക്ഷിക്കുന്നില്ല. വലിയ കാര്യങ്ങൾ വലിയ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയൂ
എന്നൊരു ധാരണ പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എളിയ മനുഷ്യരിലൂടെയാണ് അത് നിറവേറ്റി നടപ്പിലാക്കുന്ന സത്യം നാം ഈ പാഠത്തിലൂടെ പഠിക്കണം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ നമ്മുടെ അടുക്കൽ എത്തുവാൻ വളരെ എളിയവരായിരിക്കുന്ന മനുഷ്യരെയാണ് ദൈവം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ മനുഷ്യരുടെ വാക്കുകളും അവർ പറയുന്ന സുവിശേഷത്തെ നാം ഒരിക്കലും അവഗണിക്കരുത്. അതാണ് ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്ന മുഖാന്തരങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട അടുത്ത പാഠം അടുത്ത സംഭവത്തിലൂടെ പറയുകയാണ്. ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ഇങ്ങനൊരാൾ വന്നു എന്നുള്ള കാര്യം ഏലീശ പ്രവാചകൻ മനസ്സിലാക്കി താൻ രാജാവിൻ്റെ അടുക്കൽ ആളയച്ചു. നയമാൻ എന്ന് പറഞ്ഞ കുഷ്ഠരോഗിയെ തൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുക എന്ന് രാജാവിനോട് പറഞ്ഞതനുസരിച്ച് നയമാൻ ഏലീശ പ്രവാചകൻ അന്വേഷിച്ച് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരയോടും കൂടെ ഏലീശായുടെ വീട്ടുവാതിൽക്ക് വന്നു നിന്നു. ഏലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ ആയി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. ദമ്മശക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രയേലിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. എലീശ എന്ന പ്രവാചകന്റെ അടുക്കൽ നയമാൻ വളരെ പ്രതീക്ഷയോടാണ് ചെന്നത്. എലീശ ഇറങ്ങി വരും, തൻ്റെ കൈ അങ്ങനെ ആകാശത്തിൽ ഒന്ന് വീശും, വളരെ ഉയർന്ന ശബ്ദത്തിൽ ഒന്ന് പ്രാർത്ഥിക്കും, തൻ്റെ ദൈവത്തിനാമത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഒരു നേർച്ച കഴിക്കാൻ തന്നോട് ആവശ്യപ്പെടും, വലിയ ബുദ്ധിമുട്ടേറിയ ഒരു അനുഷ്ഠാനം അനുഷ്ഠിക്കാൻ തന്നോട് ആവശ്യപ്പെടും എന്നൊക്കെയാണ് വാസ്തവത്തിൽ നയമാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ഏലീശ പ്രവാചകൻ തന്നോട് ആവശ്യപ്പെട്ടത് യോർദാൻ നദിയിൽ ഇറങ്ങി 7 പ്രാവശ്യം കുളിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നയമാൻ ആ പ്രസ്താവനയെ കേട്ടപ്പോൾ ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ ക്രുദ്ധിച്ചതെന്ന് ചോദിച്ചാൽ, ആ പ്രസ്താവന തനിക്ക് വളരെ ലളിതമായി തോന്നി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ദീർഘകാലം കുഷ്ഠരോഗിയായിരുന്നിട്ടും തൻ്റെ രാജ്യത്ത് ലഭിച്ച സകല ചികിത്സകളും ചെയ്തിട്ടും സൗഖ്യമാകാത്ത ഈ കുഷ്ഠരോഗം കേവലം യോർദാൻ എന്ന് പറഞ്ഞ നദിയിൽ ഇറങ്ങി 7 പ്രാവശ്യം കുളിച്ചാൽ സൗഖ്യമാകുമെന്നുള്ള പ്രവാചകന്റെ വാക്കുകൾ ടു സിമ്പിളായിപ്പോയി, വളരെ ലളിതമായിപ്പോയി എന്നുള്ളതാണ് വാസ്തവത്തിൽ നയമാന ദേഷ്യം വരാൻ കാരണം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം ഒരുക്കിയ രക്ഷയെ സംബന്ധിച്ചും പലപ്പോഴും നാം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്. ദൈവം ഒരുക്കിയ രക്ഷ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ വലിയ അനുഷ്ഠാനങ്ങൾ ചെയ്യണം, വലിയ ചെലവ് ചെയ്യണം, വലിയ കഷ്ടതകൾ നാം സഹിക്കണം, അങ്ങനെ വളരെ പ്രയത്നിച്ച് മാത്രം നേടാൻ കഴിയുന്നൊരു കാര്യമാണ് രക്ഷ എന്നുള്ള ധാരണയാണ് പൊതുവിൽ മനുഷ്യരുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് സുവിശേഷം വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും എന്നുള്ള ആ ദൈവത്തിൻ്റെ സന്ദേശത്തെ ടു സിമ്പിളായി വളരെ ലളിതമായി കണക്കാക്കി പലപ്പോഴും അതിനെ അവഗണിച്ച് നാം മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവം മനുഷ്യർക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ വളരെ ലളിതമായി സ്വീകരിക്കത്തക്ക നിലയിലാണ് മനുഷ്യൻ്റെ മുമ്പാകെ ദൈവം അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയും സ്വീകരിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന വഴി വളരെ ലളിതമാണ്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ നാം മനസ്സിലാക്കാതെ പോകരുത്. നാം പാപികളായിരിക്കെ നമ്മുടെ പാപത്തിന് നാം എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും, നാം എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാലും, നാം എന്തെല്ലാം നേർച്ച കാഴ്ചകൾ കഴിച്ചാലും, നാം എന്തെല്ലാം ക്രിയകൾ ചെയ്താലും, നാം എത്രമാത്രം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിച്ചാലും പരിഹരിക്കാനാവാത്ത നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം അഥവാ പാപത്തിൻ്റെ ഫലമായി നമ്മെ കാത്തിരിക്കുന്ന നിത്യ നരകശിക്ഷ, അത് പരിഹരിക്കാൻ ആവശ്യമായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം കർത്താവായ യേശുക്രിസ്തു തൻ്റെ കുരിശിലെ മരണത്തിലൂടെ നിവർത്തിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ആ പാപത്തിന് നാം നിത്യനരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ട സകല ശിക്ഷകളും തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച് തീർത്ത് നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു. തികച്ചും സൗജന്യമായി പ്രാപിക്കത്തക്ക നിലയിൽ ദൈവം രക്ഷ ഒരുക്കി വെച്ച് ഏറ്റവും ലളിതമായിരിക്കുന്ന മുഖാന്തരങ്ങളിലൂടെയാണ് രക്ഷ പ്രാപിക്കാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നയമാന് ആ പ്രവാചകൻ നിർദ്ദേശിച്ച നിർദ്ദേശം സ്വീകാര്യമാകാതിരുന്നത് പോലെ പലപ്പോഴും ദൈവം നമ്മുടെ മുമ്പാകെ പല മുഖാന്തരങ്ങൾ അറിയിക്കുന്ന സുവിശേഷം നാം തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. ഇത്ര ലളിതമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി നമ്മുടെ പാപങ്ങൾക്ക് മുഴുവനായിരിക്കുന്ന ക്ഷമയും നിത്യമായിരിക്കുന്ന രക്ഷയും കിട്ടുമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം എന്തെന്നറിയാമോ? അത് ടു സിമ്പിളായിപ്പോയി. ആ രക്ഷയിൽ എനിക്കൊരു പങ്കില്ലല്ലോ, എൻ്റെ പ്രത്യേകിച്ച് ത്യാഗമൊന്നും അതിനകത്തില്ലല്ലോ, ഞാനൊരു അധ്വാനം കഴിക്കുന്നില്ലല്ലോ. അങ്ങനെ തികച്ചും ലളിതമായി ഈ രക്ഷ കിട്ടുമോ അല്ലെങ്കിൽ രക്ഷ കിട്ടാൻ ഇടയുന്ന സന്ദേശം
നമുക്കൊരു പക്ഷേ ടു സിമ്പിളായി വളരെ ലളിതമായി തോന്നി നാം മിക്കവാറും അത് തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. നാം മനസ്സിലാക്കേണ്ട സത്യം, ഈ പ്രവാചകൻ പറഞ്ഞ ആ കാര്യങ്ങൾ ഈ നയമാൻ വിശ്വസിച്ചപ്പോഴാണ് വാസ്തവത്തിൽ തൻ്റെ രോഗത്തിൻ്റെ സൗഖ്യം ഉണ്ടായതെന്നുള്ള സത്യം നാം താഴേക്ക് വായിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വീകരിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. കർത്താവായ യേശുക്രിസ്തു കുരിശിൽ പീഡകൾ സഹിച്ച് നമ്മുടെ പാപത്തിന് വരുത്തിയ പരിഹാരം നാം സ്വീകരിക്കാൻ വാസ്തവത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല. നാം ഒരു വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല. നാം ഒരു മലയും കയറേണ്ട ആവശ്യമില്ല. നാം ഒരു ത്യാഗവും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി അതെല്ലാം കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്ത് സഹിച്ചിരിക്കുന്നു. നമ്മുടെ ശിക്ഷകൾ മുഴുവൻ അവൻ അനുഭവിച്ചിരിക്കുന്നു. ഇനി നാം ചെയ്യേണ്ടത് കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷ വിശ്വാസത്താൽ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുക. ദാനമായി നൽകുന്ന രക്ഷയെ, അവൻ നൽകുന്ന രക്ഷയെ വിശ്വാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിരുന്ന കാര്യമാണ് വാസ്തവത്തിൽ നാം ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വീകരിക്കുവാൻ ദൈവം മനുഷ്യന് മുമ്പിൽ വെച്ചിരിക്കുന്ന മാർഗം വളരെ ലളിതമായിരിക്കുന്ന മാർഗമാണ്. ഏത് മനുഷ്യനും എന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആർക്കും കിട്ടാതെ പോകരുത് എന്നുള്ള നിലയിൽ ഏറ്റവും എളിയ മനുഷ്യർക്കും ഏത് ബലഹീനർക്കും ഏത് മനുഷ്യർക്കും ലഭിക്കുവാൻ കഴിയുന്ന നിലയിൽ ഏറ്റവും ലളിതമായിരിക്കുന്ന വ്യവസ്ഥയാണ് രക്ഷയെ സ്വീകരിക്കാൻ ദൈവം വെച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയാഗം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള ബലിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഏത് പാപിക്കും, അവൻ എത്ര കൊടിയ പാപിയായിക്കോട്ടെ, നമ്മൾ ചിന്തിച്ച് വന്നതുപോലെ ആർക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാതിരുന്ന ആ നയമാന്റെ കുഷ്ഠം യോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചപ്പോൾ സൗഖ്യമായതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ഹൃദയത്തിലെ സകല പാപക്കറകളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം കഴുകി ശുദ്ധീകരിക്കും എന്നുള്ള ആത്മീക പാഠം നാം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ യാഗത്തെക്കുറിച്ച് നാം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നാം ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപങ്ങൾ എത്ര എണ്ണമായിരുന്നാലും, നാം ചെയ്ത പാപങ്ങൾ എത്ര വലുതായിരുന്നാലും അവയെല്ലാം ശുദ്ധീകരിക്കാൻ തക്കവണ്ണം പര്യാപ്തമായിരിക്കുന്ന പുണ്യാഹ രക്തമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം. അതുകൊണ്ട് ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നാം ചെയ്യേണ്ട ഇത്രമാത്രം, കർത്താവായ യേശുക്രിസ്തു എൻ്റെ സ്ഥാനത്ത് എനിക്ക് പകരം കാൽവരി കുരിശിൽ ബലിയായി മരിച്ചു. എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് പകരം മരിച്ച എൻ്റെ ഏക രക്ഷകനാണ് യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കി ആ യേശുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ആ നിമിഷം തന്നെ നമ്മുടെ സകല പാപങ്ങൾക്ക് ക്ഷമ തന്ന് നമുക്ക് നിത്യജീവനെ നൽകി സ്വർഗത്തിൻ്റെ അവകാശിയായി ദൈവം പ്രഖ്യാപിക്കും. നാം താഴേക്ക് വായിച്ചാൽ, ഇങ്ങനെ ക്രൂദ്ധിച്ച് താൻ തൻ്റെ വഴിക്ക് പോകാൻ തീരുമാനിച്ച നയമാനോട് തൻ്റെ പരിചാരകർ പറഞ്ഞൊരു പ്രസ്താവന ഇങ്ങനെയാണ്: എന്നാൽ അവൻ്റെ ഭൃത്യന്മാർ അടുത്ത് വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകുക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം എന്ന് പറഞ്ഞു. ഈ പരിചാരകര് നയമാൻ എന്ന് പറഞ്ഞ ആ സേനാനായകനോട് പറഞ്ഞു, ഈ ഏലീശ എന്ന് പറഞ്ഞ ആ പ്രവാചകൻ നിന്നോട് വളരെ കഠിനമായൊരു കാര്യം നിർദ്ദേശിച്ചിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നല്ലോ. ഇത്ര ലളിതമായ കാര്യമല്ലേ പറഞ്ഞുള്ളൂ, അതൊന്ന് ചെയ്തു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ നയമാൻ്റെ മനസ്സ് മാറി. എന്തായാലും പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കാനും അത് അനുസരിക്കാനും തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ ഒരു ചിന്ത, അല്ലെങ്കിൽ തൻ്റെ ഭൃത്യന്മാർ പറഞ്ഞ ചിന്തയാണ് വാസ്തവത്തിൽ ഈ പ്രവാചകന്റെ വാക്കുകളെ വിശ്വസിക്കാനായിട്ട് നയമാന മുഖാന്തരമായി തീർന്നത്. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ വളരെ എളിയവരായിരിക്കുന്ന മനുഷ്യർ പറഞ്ഞ ചില നിർദ്ദേശങ്ങളാണ് ആ തെറ്റായിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും നയമാനെ പിന്തിരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മോട് സുവിശേഷം അറിയിക്കുന്ന ആളുകളുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധങ്ങളെ തീർച്ചയായിട്ടും നാം കണ്ടില്ലെന്ന് വെക്കരുത്. അവരെ സ്നേഹത്തോടെ നിർബന്ധിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സുവിശേഷം അറിയിക്കുന്നവർ നമ്മളെ കൂടെ ശല്യപ്പെടുന്നതായിട്ട് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് അവർ സ്നേഹത്തോടെ നിർബന്ധിക്കുന്നത് ചോദിച്ചാൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. അരാം രാജ്യത്തെ സകല വൈദ്യന്മാരും ചികിത്സിച്ചിട്ടും സുഖമാകാത്ത ആ കുഷ്ഠരോഗത്തിന് ഏലീശ പ്രവാചകൻ പറഞ്ഞ ആ നിർദ്ദേശം, ആ യോർദാനിൽ ഇറങ്ങിയുള്ള മുങ്ങിക്കുളി തനിക്ക് സൗഖ്യമാക്കുമെന്ന് മനസ്സിലാക്കിയ ആ ഭൃത്യന്മാർ പറഞ്ഞു, യജമാനനെ, ഇതിനും വലിയ കാര്യങ്ങൾ ആ പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നല്ലോ, ഇതൊന്ന് ചെയ്തു നോക്ക് എന്നുള്ള അവരുടെ ഏറ്റവും എളിയ നിർദ്ദേശത്തെ അനുസരിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൂട്ടാക്കിയതാണ് നയമാന് തൻ്റെ കുഷ്ഠരോഗത്തിന് രക്ഷപ്പെടാൻ കാരണമായി തീർന്ന മുഖാന്തരം. പ്രിയമുള്ളവർ, അതുകൊണ്ട് സുവിശേഷം പറയുന്ന മനുഷ്യർ അവരെ ഒരിക്കലും ശല്യക്കാരെ കണക്കാക്കരുത്. അവരെ സ്നേഹത്തോളം നിർബന്ധത്തെ നാം അതിനെ തള്ളിക്കളയരുത്. അവരെ സ്നേഹത്തോളം നിർബന്ധത്തിന് പിന്നിലെ ഘടകത്തെ നാം മനസ്സിലാക്കി അവർ പറയുന്നത് വിശ്വസിക്കാൻ തീർച്ചയായിട്ടും നാം മനസ്സ് കാണിക്കണമെന്നാണ് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എന്തായാലും നയമാൻ ആ വാക്കുകളെ വിശ്വസിച്ചു.
എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും. നാം ഒരു കാര്യം വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളൊരു തെളിവ് എന്താണ്? ഈ വേദഭാഗം പരിശോധിച്ചാൽ നയമാൻ ആ പ്രവാചകന്റെ വാക്കുകൾ പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ള പല തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ മുങ്ങി. ആ ദൈവപുരുഷനായിരുന്ന ഏലീശ പറഞ്ഞ വാക്കുകൾക്ക് വില കൊടുത്ത് അതിനെ വിശ്വസിച്ച് അവൻ പറഞ്ഞ പ്രകാരം തന്നെ 7 പ്രാവശ്യം ആ നയമാൻ എന്ന് പറഞ്ഞ കുഷ്ഠരോഗി യോർദാൻ നദിയിൽ ഇറങ്ങി താൻ കുളിച്ചു, അഥവാ മുങ്ങി. താൻ 7-ാം പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയപ്പോൾ തൻ്റെ ശരീരത്തിലെ കുഷ്ഠത്തിൻ്റെ വടുക്കൾ പോലും ഇല്ലാതെ വണ്ണം ഒരു നിർമ്മലമായ, അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ ചർമ്മം പോലെ, കുഷ്ഠരോഗം ബാധിക്കാത്ത ഒരു മനുഷ്യൻ്റെ ചർമ്മം പോലെ പരിപൂർണമായിട്ട് സൗഖ്യമുള്ളവനായി അവൻ ആ വെള്ളത്തിൽ നിന്നും കയറിപ്പോയി. അതുമാത്രമല്ല, വീണ്ടും താഴേക്ക് വായിച്ചാൽ ഈ യജമാനനായിരിക്കുന്ന ഈ പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ നയമാൻ പൂർണ്ണമായും വിശ്വസിച്ചു എന്ന തെളിവുകൾ വീണ്ടും തൻ്റെ പ്രസ്താവനയിൽ കാണാൻ സാധിക്കും. ആ 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ താൻ ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്രയേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് താൻ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, താൻ അങ്ങനെ പരസ്യമായി പ്രസ്താവിച്ചു. അതിന് 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയാണ്: അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കുകയില്ല. ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. എൻ്റെ യജമാനൻ നമസ്കരിപ്പാൻ റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് എൻ്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ച് പോകുന്ന ഈ കാര്യം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ, തൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഈ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ കുഷ്ഠരോഗം സൗഖ്യമാക്കാൻ കഴിയുന്നത് മാത്രമല്ല, സാക്ഷാൽ ദൈവം ഇസ്രയേലിൻ്റെ ദൈവമാണെന്ന് താൻ വിശ്വസിച്ച തെളിവാണ് താൻ മുമ്പ് ആരാധിച്ചു വന്ന ആ റിമ്മോൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കില്ലെന്ന് മാത്രമല്ല, തൻ്റെ യജമാനൻ്റെ കൂട്ടത്തിൽ തൻ്റെ ഉദ്യോഗത്തിൻ്റെ ഭാഗമായി പോകുമ്പോൾ തൻ്റെ കൈപിടിച്ച് ആ യജമാനൻ ആ റിമ്മോൻ എന്ന് പറഞ്ഞ ആ ദേവനെ നമസ്കരിക്കുമ്പോൾ താനും അറിയാതെ ആ ദേവന് മുമ്പായി കുനിഞ്ഞു പോകുന്ന കുറ്റം യഹോവ, ദൈവമായിരിക്കുന്ന യഹോവ തന്നോട് ക്ഷമിക്കുമാറാകണം എന്നുള്ള പ്രസ്താവന താൻ പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ നയമാൻ യഥാർത്ഥത്തിൽ യഹോവയായിരിക്കുന്ന ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന തെളിവാണ് തൻ്റെ പ്രവൃത്തികൾ. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൻ്റെ അനുസരണമാണ്. നാം എന്ത് വിശ്വസിക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം വിശ്വസിച്ചെന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ പറയുന്ന പല മനുഷ്യരുടെ ജീവിതം പരിശോധിച്ചാൽ വാസ്തവത്തിൽ ആ യാഥാർത്ഥ്യങ്ങൾ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു എന്നെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് വിശ്വസിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന മനുഷ്യർ തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മലകൾ കയറുകയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പല ക്രിയകൾ ചെയ്യുകയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പല അനുഷ്ഠാനങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ പറയാതെ പറയുന്ന സത്യം എന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കാൽവരി യാഗത്തിന് എൻ്റെ പാപത്തെ പരിഹരിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ള അവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മറ്റ് മാർഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അങ്ങനെ പറയുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ തെളിവ് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊന്നും അനുഷ്ഠിക്കേണ്ടതില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏകയാഗം നമ്മുടെ സകല പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ തക്കോണം പര്യാപ്തമായിരിക്കുന്ന പരിപൂർണമായിരിക്കുന്ന ബലിയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവരെൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിൽ മാത്രം വിശ്വാസം അർപ്പിക്കുകയും അതിൻ്റെ തെളിവായി ആ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിതം അവനായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ അവർ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചു എന്നുള്ളത് അവരുടെ ജീവിതം തന്നെ തെളിയിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ വാസ്തവത്തിൽ നിങ്ങൾ രക്ഷകനായി വിശ്വസിച്ചിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം നിങ്ങളുടെ പാപങ്ങൾക്ക് പരിപൂർണമായിരിക്കുന്ന പ്രായശ്ചിത്തം വരുത്തി എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വസിച്ച് അവനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ അങ്ങനെ സ്വീകരിച്ച മനുഷ്യർ അവർ രക്ഷയ്ക്കായി പിന്നെ യാതൊന്നും ചെയ്യേണ്ടതില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും ആ നയമാൻ വെള്ളത്തിൽ മുങ്ങി 7-ാം പ്രാവശ്യം പൊങ്ങിയപ്പോൾ പൂർണ്ണ സൗഖ്യമായതുപോലെ പരിപൂർണമായിരിക്കുന്ന പാപമോചനവും രക്ഷയും ആ നിമിഷം തന്നെ ദൈവർക്ക് നൽകുന്നു എന്ന് ദൈവത്തിന് വചനമായ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാർത്ഥമായി വിശ്വസിക്കാൻ, അവനിൽ മാത്രം വിശ്വസിക്കാൻ, അവൻ്റെ കാൽവരി യാഗത്തിൽ മാത്രം
പാപത്തിൻ്റെ മോചനത്താൽ വിശ്വസിച്ച് പാപമോചനവും നിത്യവും പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം. ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതി അത് എത്ര സിമ്പിളാണ്, ലളിതമാണ്. മാത്രവുമല്ല അത് ഏതൊരു മനുഷ്യനും സ്വീകരിക്കുവാൻ തക്കവണ്ണം ഉള്ളതുമാണ്. നയമാൻ്റെ കുഷ്ഠം തൻ്റെ എല്ലാ നേട്ടങ്ങളിൽ നിന്നും തന്നെ മങ്ങലേൽപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ പാപമാണ് മനുഷ്യൻ്റെ എല്ലാ നേട്ടങ്ങളിൽ നിന്നും എല്ലാ വിജയങ്ങളിൽ നിന്നും തന്നെ പിന്നോട്ട് വലിക്കുന്നത്. മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ രോഗമാണ് പാപമെന്ന് പറയുന്നത്. പാപത്തിന് പരിഹാരം വരുത്താതെ, പാപത്തിന് മോചനം നേടാതെ ഒരു മനുഷ്യന് പോലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. മനുഷ്യൻ്റെ പാപത്തിന് മോചനം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, സന്തോഷത്തിലേക്ക് വരുവാനായിട്ട് ഞങ്ങൾ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ പാപമെന്ന മഹാരോഗമാണ്. ആ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, രക്ഷ നേടുവാനായിട്ട് ഞങ്ങൾക്ക് അസാധ്യമായിരുന്നു. എന്നാൽ അവിടുന്ന് തൻ്റെ പുത്രനെ കാൽവരിയിലെ ക്രൂശിൽ അർപ്പിച്ച് ഞങ്ങൾക്ക് രക്ഷ ഒരുക്കി ഓർത്ത് സ്തോത്രം. ഈ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ, വിശ്വസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതോർത്ത് സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമാ, സത്യം സത്യം